ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാമ്പഴവും പാലും വെച്ച് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഡൽഹി, ഹരിയാന ഭാഗങ്ങളിലൊക്കെ ആൾക്കാർ ഇങ്ങനെയാണ് രാവിലെ നേരം കഴിക്കുന്നത്. അവിടെ ഭയങ്കര ചൂടാണേ. അപ്പം നമ്മൾക്കിവിടെയും ചൂടാലോ. അപ്പം നമുക്കും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ മാമ്പഴം ഒന്ന് നമുക്ക് ചെത്തിയെടുക്കണേ. ഇത് മോൻ ഡൽഹിക്ക് പോയേക്കുമായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈ മാമ്പഴം. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ അവരിങ്ങനെ ജ്യൂസ് വാങ്ങി കഴിച്ചെന്ന് പറഞ്ഞ്. അപ്പം നമുക്കും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നല്ലതുപോലെ തൊണ്ട് ചെത്തിയെടുക്കണേ. അപ്പോൾ ഈ ചെറിയ മാമ്പഴം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവർ തിരിച്ചു പോന്നപ്പം കാറിനാണ് വന്നത്. അങ്ങോട്ട് പോയപ്പം അവർ ട്രെയിന് പോയി. അപ്പോൾ തൃശ്ശൂർ ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ മാമ്പഴം ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൂളിയെടുക്കണേ. എന്നിട്ടൊന്ന് ചെറുതാക്കി മുറിച്ചിടാം. അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. മോനിവിടെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഡൽഹിക്ക് പോയേക്കുമായിരുന്നെന്ന്. അപ്പോൾ വീഡിയോ പിടിക്കാനൊന്നും ആരുമില്ലായിരുന്നു. മൂത്ത മോൻ ജോലിക്ക് പോകും. അപ്പോൾ ഇളയാളാണ് ഇതൊക്കെ പിടിക്കുന്നത്. ഇതെല്ലാം ചെത്തിയെടുക്കാം. നല്ല മധുരമുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 ഗ്ലാസ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്, വലിയ ഗ്ലാസ്സിന്. ഒരു മാമ്പഴം. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാമ്പഴത്തിന് നല്ല മധുരമുണ്ട്. ഒന്നാമത് ഷുഗറൊക്കെയാണല്ലോ, മധുരം കുറവ് കഴിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിത് നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഞാനിതിലേക്ക് പ്രത്യേകിച്ച് ഐസൊന്നും ഇടുന്നില്ല. ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഒഴിക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് കശുവണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് കല്ലിൽ വെച്ചൊന്ന് ചതച്ച്, നമ്മൾ ഉള്ളിയൊക്കെ ഇടിക്കുന്ന കല്ലിൽ വെച്ച് പതുക്കെ ഒന്ന് ചതച്ചിട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പം ഇത് കഴിക്കുമ്പം ആ കശുവണ്ടിയിലൊക്കെ കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മാമ്പഴം കിട്ടുമ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.